Hello everybody! Today let's have a look at something that should be avoided in your OET letter writing. Number 1. The use of the patient. OET writing-il the or this patient എന്ന് നമ്മൾ യൂസ് ചെയ്യാറില്ല. അത് പേഷ്യന്റിനെ ഡീഹ്യൂമനൈസ് ചെയ്ത് സംസാരിക്കുന്നത് പോലെയാണ്. സോ എപ്പോഴും നമ്മൾ അവരുടെ പേരോ അല്ലെങ്കിൽ ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പ്രിനൗണോ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ, don't write I referred the patient to a cardiologist. Write it as I referred her to a cardiologist. Number 2, the use of comments in medical history. Comments എന്ന വേർഡിന്റെ മീനിങ് സ്റ്റാർട്ട് അല്ലെങ്കിൽ ബിഗിൻ എന്നാണ്. ഈ വേർഡ് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത് പേഷ്യന്റിന്റെ ട്രീറ്റ്മെന്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന സമയത്താണ്. മെഡിക്കൽ ഹിസ്റ്ററിയിൽ എന്താണ് പറയുന്നത്? ഓൾറെഡി പേഷ്യന്റ് മെഡിക്കേഷൻ യൂസ് ചെയ്തിരുന്നു എന്നാണ്, അല്ലേ? അപ്പോൾ കമന്റ്സ് എന്ന വേർഡിന്റെ ആവശ്യം മെഡിക്കൽ ഹിസ്റ്ററിയിൽ ഇല്ല. നമ്പർ 3, the use of went for. Went for എന്ന ടേം നമ്മൾ യൂസ് ചെയ്യുന്നത് കുറച്ച് ഇൻഫോർമൽ കോണ്ടെക്സ്റ്റിലാണ്. അതിന് പകരമായി നമുക്ക് underwent എന്ന ടേം യൂസ് ചെയ്യാം. സോ പ്രൊസീജിയേഴ്സിനെ കുറിച്ച് സംസാരിക്കുമ്പോഴോ അല്ലെന്നുണ്ടെങ്കിൽ എക്സാമിനേഷനെ കുറിച്ച് സംസാരിക്കുമ്പോഴോ underwent എന്ന ടേം യൂസ് ചെയ്യുവാണെങ്കിൽ your writing will look a bit more formal. For example, instead of writing Mrs. Shankar went for a total hip replacement surgery yesterday, write it as Mrs. Shankar underwent total hip replacement surgery yesterday. I hope you people find this useful. Do follow Tiju's Academy for more tips. ഉറപ്പാണ്